ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാർട്ട് സ്കൂൾ സ്റ്റുഡൻറ്റ്. എല്ലാവർക്കും സുഖമല്ലേ? ഇതാ നിങ്ങൾ കാത്തിരുന്ന ക്ലാസ് 7 സോഷ്യൽ സയൻസിൻ്റെ മിഡ് ടേം എക്സാമിൻ്റെ ഒരു സാമ്പിൾ പേപ്പറാണിത്. ആൻസർ എനി 4 ഓഫ് ദ 5 ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഇത് ക്ലിയർ ആവണമെങ്കിൽ ഞാനിത് വായിക്കുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. Babur laid the foundation of Mughal rule in India in 1526, defeating Ibrahim Lodi, the last ruler of the Lodi dynasty. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? ബാബുർ ആണ് മുഗൾ റൂളിൻ്റെ ഫൗണ്ടർ അല്ലേ? ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മുഗൾ റൂൾ ഇൻ ഇന്ത്യ. എന്താണ്? 1526. ആരെയാണ് തോൽപ്പിച്ചത്? ആള് ലോഡി ഡൈനാസ്റ്റിയിലെ ഇബ്രാഹിം ലോഡി ആയിരുന്നു ലാസ്റ്റ് റൂളർ ഓഫ് ലോഡി dynasty. The first question, prepare a note on the social system during Mughal rule. മുഗൾ റൂളിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥയെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ നേരെ തന്നെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 13 കൊടുത്തിട്ടുണ്ട് സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ്. സോഷ്യൽ എക്കണോമിക് സ്റ്റേറ്റസ് എങ്ങനെയായിരുന്നു? അപ്പോൾ അത് ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എഴുതി, The common man was at the bottom of society, with the king at the top. ഏറ്റവും ടോപ്പിൽ കിങ്ങും ഏറ്റവും ലാസ്റ്റ് സാധാരണക്കാരും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻ ദ പീപ്പിൾ ഡിപ്പെൻഡഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവർ തീരുമാനിച്ചത്? അതായത് കുറച്ച് പൈസ ഉള്ളവർക്ക് കുറച്ച് സ്റ്റാൻഡേർഡ്, കുറേ ഇൻകം ഉള്ളവർക്ക് കുറേ സ്റ്റാൻഡേർഡ്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വെയർ ഫാമേഴ്സ്. അവിടെയുള്ള മോസ്റ്റ് ഓഫ് ദി പീപ്പിളും എന്തായിരുന്നു? കർഷകരായിരുന്നു. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗ് ദം. കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ജാതിയുടെ ഒരു സിസ്റ്റം അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. ഓരോ കാസ്റ്റിനും അതിൻ്റേതായ കസ്റ്റംസും അതിൻ്റേതായ ആചാരങ്ങളും ഉണ്ടായിരുന്നു. ദർ എക്സിസ്റ്റഡ് വൈഡ് ഡിഫറൻസസ് ഇൻ ദ വേ ഓഫ് ലൈഫ്, ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ക്ലോത്തിങ് ഓഫ് പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഇത് ഓരോ പ്ലേസിലും അവരുടെ ഡ്രസ്സിങ്ങും ഫുഡ് ഹാബിറ്റ്സും വേ ഓഫ് ലൈഫും എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി, വാട്ട് വാസ് ദ ബേസിസ് ഓഫ് എക്കണോമിക് പ്രോഗ്രസ് ഡ്യൂറിങ് മുഗൾ റൂൾ? മുഗൾ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സാമ്പത്തിക വളർച്ചയുടെ ബേസ് എന്തായിരുന്നെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Agricultural achievements were the basis for the economic progress. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, കൃഷിയിൽ നിന്നുള്ള വരുമാനമായിരുന്നു അതിൻ്റെ ബേസ്. ഏതൊക്കെയാണ് കൃഷി? ഇപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽസസ് were the major agricultural products of that time. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2, ഭക്തി ആൻഡ് സൂഫി movements were the 2 important cultural movements that spread across India during the medieval period. medieval period ടൈമിൽ ഉണ്ടായിരുന്നതാണ് 2 മൂവ്മെൻ്റ് ആണ്, ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൂ ഫൗണ്ടഡ് ദ വീരശൈവ മൂവ്മെൻറ്റ്? ഇത് കണ്ടുപിടിച്ച വീരശൈവ മൂവ്മെൻറ്റ് ആരാണ് കണ്ടുപിടിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഉള്ളത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലാണ്. അതായത് ഭാസവണ്ണ put forward a vision based on freedom, equality and social justice through the Veerashaiva movement founded by him. അപ്പോൾ ആരാണ് വീരശൈവ മൂവ്മെൻറ്റ് കണ്ടുപിടിച്ചത്? ഭാസവണ്ണ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ബി, വാട്ട് ആർ ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്? ഈ വീരശൈവ മൂവ്മെൻറ്റിൻ്റെ മേജർ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഇതിൻ്റെ ആൻസർ നിങ്ങളുടെ നെക്സ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റീസ് അല്ലേ വീരശൈവ മൂവ്മെൻറ്റിൻ്റെ. ബ്രാഹ്മണിക്കൽ സുപ്രീമസി ആൻഡ് ദ ഒതൻറ്റിസിറ്റി ഓഫ് ദ വേദാസ് വെർ ക്വസ്റ്റ്യൻഡ്. ബ്രാഹ്മിൻസിൻ്റെ സുപ്രീമസിയും അവരുടെ ഒരു അധികാരവും അതുപോലെ തന്നെ വേദങ്ങളുണ്ടല്ലോ, അഥർവവേദം, ഋഗ്വേദം, അതിൻ്റെ ആ ഉള്ളിലുള്ള കാര്യങ്ങളുടെ ഒതൻറ്റിസിറ്റി, സത്യം, അത് എത്രത്തോളം സത്യമാണെന്നുള്ളതിനെ ക്വസ്റ്റ്യൻ ചെയ്തു. People were educated against the caste discrimination and discrimination against women. എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് എന്തിനാണ്? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഇതിലുള്ള ആ ജാതിപരമായിട്ടുള്ള വിവേചനത്തിനെതിരെ, ഡിസ്ക്രിമിനേഷനെതിരെയും അതുപോലെ തന്നെ വിമൻ സ്ത്രീകൾക്കെതിരെയുള്ള
ആ വിവേചനത്തിനെതിരെയും അവർ ക്വസ്റ്റ്യൻ ചെയ്തു. മോണോതെയിസം വാസ് എൻകറേജ്ഡ്, ഒരു ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് എൻകറേജ് ചെയ്തു. കൺവിൻസ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ, വർക്ക് ചെയ്യുന്നതിൻ്റെ മഹത്വം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ, വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം വെച്ചു കൊടുക്കുന്നതാണ് ചൈൽഡ് മാരേജ്. ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പുബേർട്ടി, പ്രായപൂർത്തിയായ ശേഷം മാത്രം കല്യാണം നടത്താനും അതിനെ എൻകറേജ് ചെയ്തു. അതുപോലെ തന്നെ വിഡോസിൻ്റെ റീമാരേജിനെയും അവർ ഈ മൂവ്മെൻറ്റ് എൻകറേജ് ചെയ്തു. ഇതാണ് കേട്ടോ എൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ റൈറ്റിംഗ്സ് ഓഫ് നായനാർസ് ഇൻ ഭക്തി മൂവ്മെൻറ്റ്. നായനാർസിൻ്റെ ഭക്തി മൂവ്മെൻറ്റിൻ്റെ റൈറ്റിങ്ങിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. റൈറ്റിംഗ്സ് ഓഫ് നായനാർസ് were titled as തിരുമുറൈകൾ കേട്ടോ അതിൻ്റെ ആൻസർ ഏതാണ്? തിരുമുറൈകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആക്ടിവിറ്റി 3. വിജയനഗര വാസ് എ പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഇൻ സൗത്ത് ഇന്ത്യ. വിജയനഗരം എന്ന് പറയുന്നത് പവർഫുള്ളും വെൽത്തി ആയിട്ടുള്ള കിങ്ഡം ആയിരുന്നു സൗത്ത് ഇന്ത്യയിലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ അമരനായക സിസ്റ്റം. അമരനായക സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ആൻസർ നമുക്ക് ഇവിടെ നിന്ന് എഴുതി തുടങ്ങാം. ദ മിലിറ്ററി കമാൻഡേഴ്സ് were known as അമരനായകസ്. ഏതിൻ്റെ? വിജയനഗരത്തിലെ കേട്ടോ. The kings allotted lands known as Amara to them. The administration of Amara was carried out by Amaranayakas. Amaranayakas had the right to collect taxes from these areas. The Amaranayakas paid a fixed amount to the king. They also maintained a certain number of foot soldiers, infantry, horses and elephants. This system was called the Amaranayaka system. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മൾ എഴുതേണ്ടത്. മിലിറ്ററി കമാൻഡേഴ്സ് ഏതിൻ്റെ? വിജയനഗരത്തിൽ മിലിറ്ററി കമാൻഡേഴ്സിനെ പറയുന്ന പേരായിരുന്നു അമരനായകാസ്. അവർ ലാൻഡ് അലോട്ട് ചെയ്ത് കൊടുത്തിരുന്നു കിങ് അവർക്ക്. അതിനെ പറയുന്ന പേരാണ് അമര. അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരിഡ് ഔട്ട് ബൈ അമരനായകാസ്. ഈ അമരയുടെ അഡ്മിനിസ്ട്രേഷൻ അമരനായകാസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമരനായകാസാണ് ടാക്സുകളൊക്കെ കളക്ട് ചെയ്തിരുന്നത്. പക്ഷേ അമരനായകാസ് ഒരു എമൗണ്ട് കിങ്ങിന് കൊടുത്തിരുന്നു. ഓൾസോ മെയിൻറ്റെയിൻഡ് എ സർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജിയേഴ്സ്. അവർക്ക് തന്നെ ഇൻഫൻട്രി, ഹോഴ്സസും എലിഫൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിൽ പറയുന്ന പേരാണ് അമരനായക സിസ്റ്റം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബി, വിച്ച് സിസ്റ്റം വാസ് സിമിലർ ടു ദ അമരനായക സിസ്റ്റം ഡ്യൂറിങ് മുഗൾ പീരീഡ്. ഏതോ ഒരു സിസ്റ്റം ഉണ്ട്, അത് അമരനായക സിസ്റ്റത്തിനോട് വെരി സിമിലർ ആയിരുന്നു. അത് ഏത് സിസ്റ്റം എന്നാണ് ക്വസ്റ്റ്യൻ. ദ ആൻസർ ഇവിടെയാണ്. മിലിറ്ററി സിസ്റ്റം, മുഗൾ ആർമിയുടെ മിലിറ്ററി സിസ്റ്റമായ മൻസബ്ദാരി സിസ്റ്റമാണ് കേട്ടോ അതിൻ്റെ ആൻസർ. അക്ബർ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ് അത്. ഇതുപോലെ തന്നെ നമുക്കറിയാം അവർക്ക് അലോട്ടഡ് ലാൻഡ് കണ്ടോ, മൻസബ്ദാർസ് വർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദിയർ റാങ്ക്സ്. ടാക്സ് കളക്ടിങ് ഒക്കെ അവർ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സെയിം സിസ്റ്റമാണ് അവിടെയുള്ളത്, മൻസബ്ദാരി. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ചിൽഡ്രൻ.